മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ട്രേസ് ബാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ അധികം നാളുകളായിട്ട് നമ്മൾ കാണുന്ന മാർക്കറ്റ് നല്ല ഫോളോ ചെയ്യുന്നു. എന്നാൽ ഇന്ന് കണ്ടിട്ടുള്ള ഒരു ട്രജക്ടറി മൂവ്മെന്റ് നമ്മൾ റീസെന്റ് ആയിട്ട് എങ്ങും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. നമുക്കൊന്ന് നോക്കാം നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. കുറേ അധികം ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പ് മാത്രമായിരിക്കും നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി നമുക്ക് ഇവിടെ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് ബ്രേക്ക് ഔട്ട് തരാനായിട്ട് നിൽക്കുകയാണ്. ഇത് ഞാൻ 1 hour ടൈം ഫ്രെയിമിലാണ് അനലൈസ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് 15 മിനിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ നേരെ അനലൈസ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻസ് ഉണ്ടല്ലോ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതിപ്പോൾ നിങ്ങൾ ഡിമാൻഡ് സോൺ ആണെങ്കിലും സപ്ലൈ സോൺ ആണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ ഒരു ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് മേജർ ആയിട്ടുള്ള ലെവൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ താഴെ കമന്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഫൈൻ. 5 മിനിറ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ 15 മിനിറ്റ്സിലായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. 3 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റിൽ ലെവൽസ് വരയ്ക്കുക. 1 മിനിറ്റ് ആണെങ്കിൽ either 3 മിനിറ്റ് ഇല്ലെങ്കിൽ 5 മിനിറ്റിലായിരിക്കണം നമ്മൾ ലെവൽസ് വരയ്ക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ചാർട്ട് അനലൈസ് ചെയ്തേക്കാം. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴത്തേക്ക് ഇതിനെ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബുള്ളിഷ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. എന്തായാലും 24,600 ഒരു ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 24,885 ആൻഡ് തേർഡ് ടാർഗറ്റ് 25,200 നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എന്തായാലും നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വരിക, ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഇരുന്ന് എയിം ചെയ്യാം. അപ്പൊ നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് ഇതാണ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ലൈസ് ഒരു സൈഡ് വേസ് റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തരാനായിട്ട് നിൽക്കുകയാണ്. 52,347 നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ബുള്ളിഷ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും 52,571 ഫസ്റ്റ് ടാർഗറ്റും 52,876 സെക്കൻഡ് ടാർഗറ്റും 53,223 തേർഡ് ടാർഗറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലെവൽസ് എല്ലാം നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ പ്രീമിയം ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നേരെ ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ജസ്റ്റ് അതൊരു അലൈഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ നമ്മളവിടെ ഷെയർ ചെയ്യും. അതിനോടൊപ്പം തന്നെ ആഴ്ച 2 ദിവസം നിങ്ങൾക്ക് ലൈവ് സെഷൻസ്, നമ്മളുടെ സീനിയർ മെന്ററിന്റെ ലൈവ് സെഷൻ കാണും. ഇടയ്ക്കൊക്കെ ഞാനും ഉണ്ടായിരിക്കും അവിടെ. ഓക്കെ, ഫൈൻ. നമുക്ക് നിഫ്റ്റി ബാങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതാണ്. ഫിൻനിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സെർട്ടൻ ലെവൽ, ഈ ഒരു ഓൾമോസ്റ്റ് സിമിലർ ആസ് നിഫ്റ്റി ബാങ്ക് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു ലെവലിന് മുകളിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 23,000. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കുറേ അധികം ലൈൻസ് കാണും അടുത്തടുത്ത്, കാരണം 1 hourലാണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ 50 മിനിറ്റ്സിലോട്ടാക്കി. കണ്ടോ, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഇല്ലേ? ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തമ്മിൽ നമുക്ക് തന്നെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. 24,189 ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ 24,369 ഫസ്റ്റ് ടാർഗറ്റും 24,523 സെക്കൻഡ് ടാർഗറ്റുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി നമുക്ക് മിഡ് ക്യാപ്പ് കൂടെ കൺസിഡർ ചെയ്യുന്നതാണ്. മിഡ് ക്യാപ്പ് നമുക്ക് ആംഗുലർ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ഔട്ട് തരേണ്ടതായിട്ടുള്ളത്. ആംഗുലർ റെസിസ്റ്റൻസ് തരികയും ഈ ഒരു ഹൊറിസോണ്ടലിൽ കൂടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 12,450 ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അഡ്ഡമണിയിൽ നമുക്കൊരു എൻട്രി എടുത്തിട്ട് 12,575 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 12,648 നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. എല്ലാവർക്കും ഈ ഒരു വ്യൂ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ ചോദിക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പറ്റി ഞാൻ ഇന്നൊരു ജസ്റ്റ് ലൈക്ക് ടൈം ഫ്രെയിം സെലക്ഷനെ പറ്റിയും മൾട്ടി ടൈം ഫ്രെയിം അനാലിസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഇപ്പോൾ 15 മിനിറ്റാണ് എൻട്രി, അവിടെ തന്നെ റെസിസ്റ്റൻസ് വരയ്ക്കും, ഇല്ല സപ്പോർട്ട് വരയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫേക്ക് ബ്രേക്ക് ഔട്ടും ഫേക്ക് ബ്രേക്ക് ഡൗണും സംഭവിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ട്രേഡ് മാക്സ് അക്കാഡമി യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡൗട്ടുകൾ വരാം. ഇല്ല ഒരു സെൽഫ് ഡൗട്ട് തന്നെ ഉണ്ടാവും, ഞാൻ എടുക്കുന്നത് ശരിയാണോ, എൻ്റെ വ്യൂ ഇതാണോ എന്നുള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവ് പോകുന്നത് രാവിലെ 9 തൊട്ട് 3:30 വരെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കമന്റിൽ നിങ്ങളുടെ വ്യൂവും കൂടെ മെൻഷൻ ചെയ്യുക. എങ്ങനെ ഈ ഒരു വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് കൂടെ നിങ്ങൾ താഴെ പറയുക. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം.